10 വർഷം അധ്വാനിച്ച് നേടിയെടുത്ത തൃശൂർ കോർപ്പറേഷൻ ഭരണം പാളയത്തിൽ പടയായി മാറാതിരിക്കാൻ ശ്രദ്ധയോടെ കോൺഗ്രസ്. മേയർ ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ കരുനീക്കങ്ങളും പ്രസ്താവനകളുമെല്ലാം ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. വനിതാ മേയറാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ വനിതാ മേയർ ആവാൻ പ്രാപ്തരായ മിടുക്കികളായ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള കോർപ്പറേഷൻ കൗൺസിലർമാർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ പാർട്ടി തീരുമാനിച്ച് അവരുമായി നേതാക്കളുമായും KPCCയുമായി ആലോചിച്ച് അവർ കൗൺസിലർമാരുമായും ആലോചിച്ച് നല്ലൊരാളെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തി ഭരണം കൊണ്ടുപോകും. ജില്ലയിൽ നേടിയ വൻ വിജയത്തിലൂടെയുണ്ടായ പാർട്ടിയിലെ കരുത്തും ഒത്തൊരുമയും കുറയ്ക്കുന്ന തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകരുതെന്ന കർശന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത്. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്ന ശേഷമേ ഇത്തരം ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച മുതിർന്ന നേതാക്കളുടെ നിലപാട് കൂടി മുഖവിലക്കെടുത്താകും മേയറെ തെരഞ്ഞെടുക്കുകയെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. 33 ഡിവിഷനിൽ കോൺഗ്രസിന്റെ ആധികാരിക വിജയത്തിന്റെ കാരണങ്ങളിലൊന്ന് പരിചയസമ്പന്നരായ വനിതകളെ സ്ഥാനാർത്ഥികളാക്കിയതാണ്. അതുകൊണ്ട് അഡ്വക്കേറ്റ് സുബി ബാബു, ലാലി ജെയിംസ്, ഡോക്ടർ നിജി ജസ്റ്റിൻ, ശ്യാമള മുരളീധരൻ, ഷീന ചന്ദ്രൻ എന്നിവർ മേയർ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിലും ഇടം പിടിച്ചു. മേയർ സ്ഥാനത്തേക്ക് ആദ്യപേരുകാരിയായി പരിഗണിക്കപ്പെടുന്ന സുബി ബാബു മുൻ ഡെപ്യൂട്ടി മേയറായിരുന്നു. ഗാന്ധിനഗറിൽ നിന്നും വിജയിച്ച സുബി ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. KPCC അംഗവുമാണ്. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് KPCC സെക്രട്ടറി കൂടിയായ A. പ്രസാദിന്റെ പേരാണ് ഇപ്പോഴും ചർച്ചയിലുള്ളത്.